Hello everyone, welcome to Direction e-learning. 10th ലെവൽ പ്രിലിമിനറി പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് അത്തരം പരീക്ഷയിൽ വന്നിട്ടുള്ള ജിയോഗ്രഫിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പരിശോധിക്കാം. ചോദ്യപേപ്പറെല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ഏറ്റവും കൂടുതൽ മേജർ ഷെയർ ഓഫ് ദ ക്വസ്റ്റ്യൻസ് വരുന്നത് ജോഗ്രഫി എന്ന് പറയുന്നൊരു പാർട്ടിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഏകദേശം 30ഓളം ചോദ്യങ്ങൾ തന്നെ ഏതിൽ നിന്ന് വരുന്നുണ്ട്? ജോഗ്രഫി എന്ന് പറയുന്നൊരു വിഭാഗത്തിൽ നിന്ന് വരുന്നുണ്ട്. അതായത് നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട്, ഇന്ത്യയുമായി ബന്ധപ്പെട്ടും കേരളവുമായി ബന്ധപ്പെട്ടും വന്നിട്ടുള്ള അടിസ്ഥാന വിവരങ്ങൾ മാത്രമേ അതിൻ്റെ ഭാഗമായിട്ട് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ഒരു നല്ല രീതിയിൽ ഈ ഒരു സബ്ജക്റ്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഷുവറായിട്ടും ഒരു സേഫ് സോണിലേക്ക് എത്തുന്ന രീതിയിലൊരു മാർക്ക് നേടാനായിട്ട് ഈ ഒരു സബ്ജക്റ്റ് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. സോ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ബാക്കി ഭാഗങ്ങളിൽ നോക്കി പരിശോധിച്ച് പോവാം. മെയ് 15, 2022 നടന്ന 10ാം തരം പ്രിലിമിനറി പരീക്ഷയുടെ ചോദ്യങ്ങളാണ് പരിശോധിക്കുന്നത്. 53/2022 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് 2 വീഡിയോസ് മുന്നേ ചെയ്തിട്ടുണ്ട്. അതിന് ബാക്കിയുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കുന്നത്. 48 കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം. സൈലന്റ് വാലി, പാമ്പാടും ചോല, ഇരവികുളം, ആനമുടിച്ചോല. ആദ്യത്തത് ഏതാണ്? ഫസ്റ്റ് വന്നിട്ടുള്ളത് ഇരവികുളം നാഷണൽ പാർക്കാണ്. വരയാടുകൾക്ക് പ്രസിദ്ധമായിട്ടുള്ള ഇരവികുളം നാഷണൽ പാർക്കാണ് നമ്മുടെ ഫസ്റ്റ് നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഈ ഒരു ടേബിൾ നോക്കിയാൽ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള നാഷണൽ പാർക്കിന്റെ പേരും വർഷവും കാണാം. അപ്പൊ ആദ്യമായിട്ട് ഇരവികുളം 1978, രണ്ടാമതായിട്ട് പെരിയാർ 82, പിന്നെ നമുക്ക് സൈലന്റ് വാലി 1984, 2003 3 ആനമുടി ഷോലെ, മതികെട്ടാൻ ഷോലെ, പാമ്പാടും ഷോലയും. ഇത്രയുമാണ് കേരളത്തിലെ നാഷണൽ പാർക്ക് എന്ന് പറയുന്ന ലിസ്റ്റിൽ വരുന്നത്. ഏറ്റവും വലുതായിട്ട് ആരുണ്ട്? പെരിയാർ ഉണ്ട്, 350 ഏരിയയിൽ വരുന്നുണ്ട്. എന്നാൽ പെരിയാർ ഓപ്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ രണ്ടാമതായിട്ട് ആരെ സെലക്ട് ചെയ്യാം? സൈലന്റ് വാലി ആണ്. സൈലന്റ് വാലിക്ക് 237ഓളം സ്ക്വയർ ഏരിയ വരുന്നുണ്ട്. അടുത്ത ചോദ്യം 49 കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. വേമ്പനാട്, ശാസ്താംകോട്ട, അഷ്ടമുടി, വെള്ളായണിക്കായൽ. ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ചോദിച്ചത്. കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ശാസ്താംകോട്ട കായലാണ് ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ഏറ്റവും രണ്ടാമത്തെ വലിയ ശുദ്ധജല തടാകവും സദേൺ മോസ്റ്റ് ആയിട്ടുള്ള ശുദ്ധജല തടാകവും ഏതാണ്? ഓപ്ഷൻ ഡിയിൽ കിടക്കുന്ന വെള്ളായണിക്കായലാണ്, തിരുവനന്തപുരം. ഏറ്റവും വലിയ കായൽ നമുക്ക് വേമ്പനാടും, രണ്ടാമത്തെ വലുത് വരുന്നത് അഷ്ടമുടിയുമാണ്. അപ്പൊ എല്ലാം തന്നെ പല ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് 4 ഓപ്ഷനിൽ കൊടുത്ത് എല്ലാം തന്നെ ചോദിക്കുന്ന കാര്യങ്ങളുമാണ്. 49ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ് ആൻസർ. 50 കേരള സംസ്ഥാനം നിലവിൽ വന്ന വർഷം. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. എന്നാണ്? ഓപ്ഷൻ ഡി 1956 നവംബർ 1 കേരള സംസ്ഥാനം നിലവിൽ വരുന്നത്. നിലവിൽ വന്ന സമയത്ത് എത്ര ജില്ലകളായിരുന്നു? 5 ജില്ലകളായിരുന്നു ഉണ്ടായിരുന്നത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശൂർ, മലബാർ ജില്ലകൾ 1949 ജൂലൈ 1. അതിനുശേഷമാണ് പല ജില്ലകളും കൂട്ടിച്ചേർക്കപ്പെട്ടത്. 57 1957 കണ്ണൂർ, കോഴിക്കോട്, പാലക്കാട് ജില്ലകൾ. 57 തന്നെ ആലപ്പുഴ. പിന്നെ എറണാകുളം വരുന്ന 1958, 69 മലപ്പുറം, 72 ഇടുക്കി, 80 വയനാട്, 82 പത്തനംതിട്ട, അവസാനം 1984 കാസർഗോഡ്. അപ്പൊ ഇത്രയും ജില്ലകൾ ഏതൊക്കെ വർഷം കൂട്ടിച്ചേർക്കപ്പെട്ടു, അതിന്റെ കൂടെ ഡേറ്റും നോക്കിയിട്ട് പഠിച്ചു വെക്കുക. കേരള സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളും പഠിക്കുക. തിരുകൊച്ചി എന്താണെന്നും, തിരുകൊച്ചി സംയോജനം എന്താണെന്നും, തിരുവിതാംകൂറിൽ ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നതെന്നും, കൊച്ചിയിൽ ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നതെന്നും, മലബാറിന്റെ അവസ്ഥ എന്തായിരുന്നുള്ള കാര്യങ്ങൾ ഹിസ്റ്ററി ഭാഗത്ത് നിങ്ങളത് പഠിക്കേണ്ടതായിട്ടുണ്ട്. കൂടി കണക്ട് ചെയ്ത് വെച്ചിട്ട് പഠിക്കുക. അതേപോലെ 1ാം മന്ത്രിസഭയിൽ ആരൊക്കെയുണ്ട്, അത്തരം കാര്യങ്ങൾ, അതിന്റെ വകുപ്പുകൾ എന്താണ്, അതെല്ലാം തന്നെ നിർബന്ധമായിട്ട് നോക്കിയിരിക്കണം. അടുത്തൊരു ചോദ്യം 59 ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനം. ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ്, പഞ്ചാബ്, മധ്യപ്രദേശ്. ഓപ്ഷൻ ബി ആന്ധ്രാപ്രദേശ്. 1953 1953 ഒക്ടോബർ 1 ആന്ധ്രാപ്രദേശ് ഒരു ഭാഷാടിസ്ഥാനത്തിൽ ആദ്യ സംസ്ഥാനം വരുന്നത്. ആന്ധ്രാപ്രദേശിന്റെ രൂപീകരണത്തെ പറ്റി പറയുന്ന സമയത്ത് അമരജീവി എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും നമുക്ക് മറക്കാനായിട്ട് സാധിക്കില്ല. അമരജീവി എന്നറിയപ്പെടുന്ന ആരാണ്? പോറ്റി ശ്രീരാമലു. ഇത്തരം ഈ ഒരു ആന്ധ്ര സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ട് നിരാഹാരം അനുഷ്ഠിച്ച് ജീവത്യാഗം സംഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് പോറ്റി ശ്രീരാമലു എന്ന് പറയുന്നത്. അദ്ദേഹത്തെ ഓർത്തു വയ്ക്കുക. 59ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 66 തെങ്ങിന്റെ സങ്കര ഇനം അല്ലാത്തത്. ചന്ദ്രലക്ഷ, ലക്ഷഗംഗ, ചന്ദ്രശങ്കര. തെങ്ങിന്റെ സങ്കര ഇനം അല്ലാത്തത് ഏതാ ഇതില്? ഓപ്ഷൻ സി അക്ഷയാണ്. അക്ഷയ സങ്കര ഇനമല്ല. ബാക്കിയെല്ലാം തെങ്ങുമായി ബന്ധപ്പെട്ട് തന്നെയാണ്.
67. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം. പ്ലാന്റേഷൻ ക്രോപ്പ് റിസർച്ച് സെന്റർ കാസർഗോഡ്, കുഡ്ലൂലാണ്, കാസർഗോഡാണ്. ഓപ്ഷൻ എയിൽ കോട്ടയം കിടക്കുന്നുണ്ട്. കോട്ടയത്ത് എന്താ സ്ഥിതി ചെയ്യുന്നത്? റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയത്താണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ വന്നിട്ടുള്ളത് കോഴിക്കോടാണ്. കോഴിക്കോട് സ്ഥിതി ചെയ്യുന്നത് എന്താണ്? കോഴിക്കോട് നമുക്ക് സ്ഥിതി ചെയ്യുന്നത് കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കോഴിക്കോടാണ്. മണ്ണൂത്തിയിലാണെങ്കിലോ? മണ്ണൂത്തിയിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാർഷിക ഗവേഷണ കേന്ദ്രം മണ്ണൂത്തിയിലാണ്. അപ്പോൾ ഓരോ ജില്ലകളുമായി ബന്ധപ്പെട്ട്, ഓരോ സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട് ഏതൊക്കെയാണ് സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കണം. അപ്പൊ 67ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, കാസർഗോഡാണ്. അപ്പൊ ഇത് കാസർഗോഡ് ചോദിച്ചത് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒരു കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം, ട്യൂബർ ക്രോപ്സ്, അതെവിടെയാണ്? അത് ശ്രീകാര്യത്താണ്, തിരുവനന്തപുരത്താണ്. രണ്ടും അങ്ങോട്ടും കൊണ്ട് മാറാതിരിക്കുക. കാസർഗോഡ് തോട്ടവിളയാണ്, പ്ലാന്റേഷൻ ക്രോപ്പ് ആണ്. ശ്രീകാര്യം തിരുവനന്തപുരത്ത് വരുന്നത് ട്യൂബർ ക്രോപ്സ് ആണ്, കിഴങ്ങുവിളയാണ്. ഇതാണ് ICARന്റെ സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കാസർഗോഡ്, കേരള. കാസർഗോഡാണ് ഈ ഒരു സ്ഥാപനം വരുന്നത്. അടുത്ത ചോദ്യം 70. വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം. ചിപ്കോ പ്രസ്ഥാനം, ജംഗിൾ ബച്ചാവോ ആന്തോളൻ, അപ്പിക്കോ പ്രസ്ഥാനം, വൈഷ്ണോയ് പ്രസ്ഥാനം. കർണാടകയിലാണ് ആരംഭിച്ചത്. 1983 1983 ഏതാണ് ആൻസർ? 70ന്റെ ആൻസർ ഓപ്ഷൻ സി, അപ്പിക്കോ പ്രസ്ഥാനം. അപ്പിക്കോ മൂവ്മെന്റ് 1983 എവിടെയാണ് നടന്നത്? ഉത്തര കന്നഡ ഡിസ്ട്രിക്റ്റ് ആണ്, കർണാടകയിലാണ്. നേതൃത്വം കൊടുത്തത് പാണ്ഡുരംഗ് ഹെഗ്ഡെ. ചിപ്കോ പ്രസ്ഥാനത്തിൽ ഇൻസ്പയർ ആയിട്ടാണ് ഇവർ തുടങ്ങിയിട്ടുള്ളത്. ഒരുപാട് ആളുകൾ, കുട്ടികളും സ്ത്രീകളും ആണുങ്ങളുമായിട്ടുള്ള ആളുകൾ സൽഖാനി എന്ന് പറയുന്ന മേഖലയിൽ കലാസി ഫോറസ്റ്റിൽ ഈ മരങ്ങളെ ചുറ്റിപ്പിടിച്ച് നിൽക്കുന്ന ഒരു രീതിയായിരുന്നു. അപ്പൊ ആ ഒരു ഹഗ് ചെയ്യുന്നതിന് കന്നഡത്തിൽ പറയുന്ന പേരാണ് അപ്പിക്കോ എന്ന് പറയുന്നത്. അങ്ങനെയാണ് അപ്പിക്കോ മൂവ്മെന്റ് എന്നൊരു പേര് ഇതിന് വന്നിട്ടുള്ളത്. മരസംരക്ഷണവുമായി ബന്ധപ്പെട്ട്, വൃക്ഷ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് വൃക്ഷങ്ങൾ മുറിച്ചു മാറ്റുന്നതിനെ നടന്നിട്ടുള്ള ഒരു സമരമാണ് കർണാടകയിൽ അപ്പിക്കോ മൂവ്മെന്റ് 1983 ആണ്. ഇനി ഓപ്ഷനിൽ നമുക്ക് മറ്റൊരാളുണ്ടായിരുന്ന ആരാണ്? 1973 നടന്നിട്ടുള്ളത് ചിപ്കോ മൂവ്മെന്റ്. 1973 ചിപ്കോ മൂവ്മെന്റ് നടന്നിട്ടുള്ളത് ചമോലി ഡിസ്ട്രിക്റ്റിലാണ്, ഉത്തർപ്രദേശിലാണ്. എന്നാൽ ഇന്ന് അത് എവിടെയാണ്? ഉത്തരാഖണ്ഡ് ജില്ലയിലാണ്, ഉത്തരാഖണ്ഡ് സംസ്ഥാനത്താണ്. സുന്ദർലാൽ ബഹുഗുണയാണ് അതിന്റെ ലീഡർ ആയിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ ഓപ്ഷനിൽ തന്നിട്ടുള്ള ഒരാള് ജംഗിൾ ബച്ചാവോ ആന്തോളനാണ്, 1980s നടന്നിട്ടുള്ളത്. ബീഹാറിലെ സിംഗ്ബം മേഖലകളിലായിരുന്നു അത് നടന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്നത് ജാർഖണ്ഡ് സംസ്ഥാനത്താണ്. ആദിവാസി സമൂഹം, അവിടുത്തെ ആദിവാസി സമൂഹങ്ങൾ അവിടെ ഉണ്ടായിരുന്ന മരങ്ങളെല്ലാം തന്നെ, സ്വാഭാവികമായിട്ടുണ്ടായിരുന്ന മരങ്ങൾ വെട്ടി നശിപ്പിച്ചുകൊണ്ട് തേക്ക് കൃഷി ചെയ്യുന്നതിനെതിരെ ആദിവാസി സമൂഹങ്ങൾ നടത്തിയ ഒരു സമരമായിരുന്നു ജംഗിൾ ബച്ചാവോ ആന്തോളൻ 1980 എന്ന് പറയുന്നത്. അതേപോലെ അടുത്തായിട്ട് കൊടുത്തുള്ളത് ബിഷ്ണോയ് ആണ്. ബിഷ്ണോയ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി മുൻകാലങ്ങളിൽ നടന്നിട്ടുള്ള ഒരു സമരമാണ്. 1730 കാലഘട്ടങ്ങളിൽ ജോധ്പൂർ മേഖലകൾ, രാജസ്ഥാനിലെ ജോധ്പൂർ മേഖലകളിൽ അവിടുത്തെ രാജാവ് കൊട്ടാരം മുഖം മിനുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നതിനെതിരെ നടന്നിട്ടുള്ള ഒരു സമരമായിരുന്നു ബിഷ്ണോയ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. അത് നേതൃത്വം കൊടുത്ത അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത വ്യക്തി ആയിരുന്നു? ജാംബോജി ആയിരുന്നു, അല്ലെങ്കിൽ ഗുരു ജാംബേശ്വർ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത് അമൃത ദേവി ബിഷ്ണോയ് എന്ന് പറയുന്ന ഒരു ലീഡർ നമുക്ക് ആ ഒരു ബിഷ്ണോയ് മൂവ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് വരുന്ന പരിസ്ഥിതി പ്രക്ഷോഭങ്ങളാണ്. അപ്പൊ ആ ഒരു ലിസ്റ്റ് തന്നെ എടുത്തു വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തൊരു ചോദ്യം 77. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഗ്രഹം. ചൊവ്വ, വ്യാഴം, യുറാനസ്, ശനി. ടെലിസ്കോപ്പ് ഉപയോഗിച്ച് തന്നെ കണ്ടുപിടിച്ചുള്ള ഒരു ഗ്രഹമാണ്. 1781 വില്യം ഹേർഷൽ കണ്ടുപിടിച്ച യുറാനസ് ആണ് ഇതിന്റെ ഉത്തരം വരിക. 77 ഓപ്ഷൻ സി, യുറാനസ്. അപ്പൊ ഇത്രയാണ് ഈ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും. പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായി വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ഡയറക്ഷൻ ഇ ലേണിംഗ് എന്ന് പറയുന്ന ഒരു ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ഡയറക്ഷൻ ഇ ലേണിംഗ് പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാൻ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കുകൾ നിങ്ങൾക്ക് പരിശോധിക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്